അവസാന സമയത്ത് ജില്ലാ കളക്ടർ തന്നെയാണ് നിറം മാറിയത്. ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലെങ്ങാനും പഠിച്ച് പാസ്സായി വന്ന IAS ആണോ അദ്ദേഹത്തിൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അത് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ സർക്കാരിനെതിരായി പ്രവർത്തിക്കുകയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇതിനെ തടയാൻ ശ്രമിക്കുന്നവരോട് അവരോട് എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? അവരോട് ഞാനൊന്നും പറയണ്ട. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സാധനയെ കൂടെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. ഈ സർക്കാരിൻ്റെ നിസ്സഹകരണം കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്നാനം എടുത്ത സമയത്തൊക്കെ ഉണ്ടായ അനുഭൂതി എങ്ങനെയാണ്? ഇവിടുത്തെ മൊത്തം പ്രകൃതി മാറുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. ഹൈന്ദവരെ പേടിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഹൈന്ദവരെ പേടിക്കുന്നതല്ല, ഞങ്ങളതിനെ പറയുക ധർമ്മത്തെ പേടിക്കുന്നത് എന്ന് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 400 വർഷത്തിന് ശേഷം രാംലല്ല തൻ്റെ ജന്മഭൂമിയെ വീണ്ടെടുത്തതുപോലെ ഈ സംസ്കൃതി അതിൻ്റെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ഓരോ വേരുകളെയും അതിനെ തിരിച്ചു പിടിക്കുകയാണ്. കാശിയിലെ ദശാശ്വമേധ ഘാട്ടിൽ ആരതി ചെയ്യുന്ന അതേ പണ്ഡിറ്റുകളാണ് ഇവിടെ അതേ ചിട്ടയോടുകൂടി അതേ അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ആരതി ചെയ്യും. നമസ്തേ. അങ്ങനെ കുംഭമേളയ്ക്ക് കേരളത്തിൽ തുടക്കമായിരിക്കുകയാണ്. മഹാമാഘമേള വലിയ രീതിയിലൊരു ആത്മീയ ആളുകളുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു സന്ദർഭമാണ് തിരുനാവായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ തോന്നുന്നു ആദ്യത്തെ സ്നാനം എടുത്ത സമയത്തൊക്കെ ഉണ്ടായ അനുഭൂതി എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിൽ പ്രകൃതി ആ ധർമ്മത്തിൻ്റെ ശക്തിയെ വീണ്ടും ഉണർത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഈ ഭാഗമാകെ, ഈ തിരുനാവായ പ്രദേശമാകെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാമായിരിക്കും, 16-ാം തീയതി തൊട്ട് ഇതിൻ്റെ പ്രായശ്ചിത്ത കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അത് തന്നെ കേരളത്തിൽ വളരെ അപൂർവമായി മഹോത്സവം പോലെ 300 വർഷത്തിന് ശേഷം നടക്കുന്ന പൂജാ കാര്യങ്ങൾ വരെ ആ പ്രായശ്ചിത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ മലയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്ത കാലചക്ര ബലി, ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന വീരസാധന ക്രിയ, കൗളശ്രാദ്ധമായിട്ട് ബന്ധപ്പെട്ടത്, പൂർണ്ണമായിട്ടുള്ള ക്രിയാപദ്ധതികളോട് കൂടിയിട്ടുള്ള സമ്പൂർണ്ണ പിതൃശ്രാദ്ധം, വൈദിക ശ്രാദ്ധം, ഇങ്ങനെ ആ പിതൃയാനം എന്ന് പറയുന്ന ആ ക്രിയാപദ്ധതികൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ മൊത്തം പ്രകൃതി മാറുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. എല്ലാ കാർമേഘങ്ങളും ഒഴിഞ്ഞ് ഒരു തെളിച്ചം വരുന്നൊരു ഭാഗമാണ് ഉണ്ടായിരുന്നത്. ഈ നമ്മൾ വന്നു ചേർന്നിരിക്കുന്ന വിഷങ്ങളെല്ലാം നീങ്ങി അമൃത് നിറയുന്ന ഒരു ഭാവമാണ്. ഇന്ന് ദിവ്യമായിട്ടുള്ള വേദഘോഷത്തോടു കൂടിയായിരുന്നു ആദ്യത്തെ സ്നാനം. ആ സ്നാനം ഏറ്റവും ശുഭകരമായി. അതിനുശേഷം നടന്ന ധർമ്മധ്വജാരോഹണം. അങ്ങനെ വളരെ ചെറിയ ദിവസങ്ങളിലുള്ള ഒരു പരിശ്രമം കൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെന്നല്ല, ഇപ്പോൾ പറയുമ്പോൾ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എന്ന് തന്നെ പറയണം, എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ഇപ്പോൾ കാനഡയിൽ നിന്നും US നിന്നുമൊക്കെ എത്തിയ ആളുകൾ ഇവിടെയുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന ശ്രീനിവാസൻ തമ്പുരാൻജിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ വലിയൊരു ആധ്യാത്മിക ആചാര്യനാണ്. ഈ സംഗമത്തെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സാധുസന്ത് മഹാത്മാക്കൾ പല മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ ഒരു ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകൃതിയുടെ ഒരു നിശ്ചയം, ഗുരുപരമ്പരയുടെ നിശ്ചയമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ തിരുനാവായയുടെ മണ്ണിൽ ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനവും ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും തിരിച്ച് നമ്മുടെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നത് പോലത്തെ ഒരു അനുഭവം കൂടിയാണ്. കാരണം ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പറിച്ചെടുത്ത നമ്മുടെ ചരിത്രത്തെയും ആചാരങ്ങളെയുമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. അത് ശരിക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, 400 വർഷത്തിന് ശേഷം രാംലല്ല തൻ്റെ ജന്മഭൂമിയെ വീണ്ടെടുത്തതുപോലെ ഈ സംസ്കൃതി അതിൻ്റെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ഓരോ വേരുകളെയും പുനരുജ്ജീവിപ്പിക്കുകയാണ്, വീണ്ടും റീകണക്ട് ചെയ്യുകയാണ്, അതിനെ തിരിച്ചു പിടിക്കുകയാണ്. ആ വേരുകളുടെ ശക്തിയിൽ ഇനി പുതിയ ആകാശങ്ങളിലേക്ക് വളരുകയാണ്. ഇപ്പം നമുക്കറിയാം, തുടക്കം മുതലേ ചില ശക്തികൾ ഇതിനെ തടയാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. പ്രവർത്തനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഹൈന്ദവരെ പേടിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഹൈന്ദവരെ പേടിക്കുന്നതല്ല, ഞങ്ങളതിനെ പറയുക ധർമ്മത്തെ പേടിക്കുന്നവരുന്നു. തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഹൈന്ദവത ഒരു മതത്തിൻ്റെ സംഭവമല്ല, അത് ഈ ദേശത്തിൻ്റെ സംഭവമാണ്, ദേശീയതയാണ്. ആ ദേശീയത എന്ന് പറയുമ്പോഴും ചില അതിരുകൾക്കകത്ത് പരിമിതപ്പെട്ട ഒന്നല്ല, അതൊരു സാംസ്കാരിക ദേശീയതയാണ്.
അതൊരു പ്രപഞ്ചത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ധാർമ്മിക ചര്യയാണ് ഹൈന്ദവം. അപ്പോൾ ആ ധർമ്മത്തെയാണ് പേടിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ശ്രീനാഥ്ജിയുടെ നേതൃത്വത്തിൽ മഹാമേരുവുമായിട്ടുള്ള ഘോഷയാത്രയെ തമിഴ്നാട്ടിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം സനാതന ധർമ്മത്തെ കോളവ എന്ന് പറഞ്ഞ് ഒരാൾ ഭരിക്കുന്ന നാടാണ്. അതുകൊണ്ട് നമുക്കത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ഇത്രത്തോളം സനാതന ധർമ്മത്തിനെതിരെ വെറുപ്പ് പടർത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തടയുന്നത് എന്ന് സ്വാമിക്ക് തോന്നുന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ വിശദാംശങ്ങൾ, അതായത് തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇവിടുത്തെ കാര്യക്രമങ്ങളുടെ ഒരു തിരക്കിലായിരുന്നു. ഗവർണറുടെയും അതിന് മുമ്പുള്ള സ്നാനം തുടങ്ങുന്നതിൻ്റെ അങ്ങനെയൊക്കെയുള്ള തിരക്കുകളായതുകൊണ്ട് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അത് വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നിങ്ങളൊക്കെ കാണുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ വെറും ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ രഥയാത്ര എന്നൊക്കെ പറയുമ്പോഴും പഴയ കാലത്തെ പോലെ കുതിര പൂട്ടി തയ്യാറൊന്നുമല്ല. ഒരു ജീപ്പ്, ആ ജീപ്പിനെ ഒന്ന് അലങ്കരിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇപ്പം എത്രയോ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ ഒരു 2 ജീപ്പ് കൂടുതൽ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ നമുക്കിനി ഇതിന്റെ ആധ്യാത്മിക സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇന്നിപ്പോ നമ്മൾ കണ്ടു വേദഘോഷത്തോട് കൂടിയിട്ടാണ് ആദ്യ സ്നാനം എടുത്തത്. അപ്പോൾ ഇപ്പോഴും ഇവിടെ വരുന്ന ഒരുപാട് പേര് സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് സ്നാനം എടുക്കേണ്ടത്, എങ്ങനെയാ സ്നാനം എടുക്കേണ്ടത്, ഏതൊക്കെ സമയങ്ങളിൽ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനോട് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? മാഘമാസത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇപ്പൊ കുംഭമേളകളൊക്കെ നടക്കുന്ന മാഘമാസത്താണ്. അപ്പോൾ ആ സ്നാനത്തിന്റെ പ്രത്യേകത, അത് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിളിച്ചിരുന്നത് മുഴുവൻ സമയവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. എല്ലാ ദിവസവും എല്ലാ സമയവും. അതിൽ ആചാരപരമായിട്ട് ചില സമയങ്ങളിൽ എല്ലാ പരമ്പരകൾ അവരെല്ലാവരും ചേർന്ന് ചെയ്യുന്ന സ്നാനങ്ങളുണ്ടാവാം. പക്ഷേ സാധാരണ ഇവിടെ വന്നു ചേരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്നാനത്തിന് എല്ലാ സമയവും ഒരേപോലെ വിശിഷ്ടമായതാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ നിളാരതി, എനിക്ക് തോന്നുന്നു ഇനി എല്ലാവരും കാത്തിരിക്കുന്ന നിളാരതി കാണാനാണ്. കാരണം ഗംഗാ ആരതി നമ്മൾ ഫോണിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആത്മീയ അനുഭൂതി, അത് നേരിട്ട് ദൃശ്യമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരും ആരതി കണ്ടിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ നിള ആരതിയുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തിനാണ് ആ ഒരു ചടങ്ങിന്റെ ഒരു ഐതിഹ്യം എന്തായിരിക്കും? അതായത് ഗംഗ തന്നെയാണ് ഇവിടെ നിള. ബ്രഹ്മദേവന്റെ യാഗത്തിന് വേണ്ടിയിട്ട് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ എല്ലാ തീർത്ഥങ്ങളും, ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഒന്നു ചേർന്നുകൊണ്ടാണ് ഇവിടെ സാന്നിധ്യം ചെയ്തത്. അങ്ങനെയാണ് ഭാരതപ്പുഴ എന്നുള്ള പേര് വന്നത്. ഭാരതത്തിൻ്റെ പുഴ. ഇതിവിടെ പാലക്കാട് പുഴയല്ല, കേരളപ്പുഴയല്ല, അല്ലെങ്കിൽ വള്ളുവനാട് പുഴയല്ല, ഭാരതപ്പുഴയാണ്. ആ പേരിൽ ഭാരതത്തിലുള്ള ഏക നദിയാണ്. അതായത് ഭാരതത്തിലെ മുഴുവൻ തീർത്ഥങ്ങളും ഗംഗാദേവിയായി ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗംഗ തന്നെയാണ് ഇവിടെ ഈ സമയത്ത്, പ്രത്യേകിച്ച് മാഘമാസത്തിൽ നിള. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗംഗാമയ്യക്കുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ആരതി ഹരിദ്വാറിലും കാശിയിലുമാണ്. അപ്പോൾ അതിൽ കാശിയിലെ ദശാശ്വമേധ ഘാട്ടിൽ ആരതി ചെയ്യുന്ന അതേ പണ്ഡിറ്റുകളാണ് ഇവിടെ അതേ ചിട്ടയോടുകൂടി അതേ അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ആരതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സാധുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സന്യാസി വര്യന്മാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെങ്ങനെയാണ് കുംഭമേളയെ കാണുന്നത്? അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് സ്വാമിജിയോട് പറയാറുള്ളത്? ഈ മാഘമേളയെ അല്ലെങ്കിൽ കുംഭമേളയെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ കവിഞ്ഞ് ഇതൊന്നും സംഘാടകർ ഉള്ള ഒന്നല്ല. ആരെങ്കിലും ഒരാൾ സംഘടിപ്പിക്കുന്ന ഒന്നല്ല മാഘം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പരമ്പര മാത്രമായി സംഘടിപ്പിക്കുന്ന ഒന്നല്ല മാഘമോ കുംഭമോ ഒന്നും. അതെല്ലാ പരമ്പരകളുടെയുമാണ്, എല്ലാ ആചാര്യന്മാരുടെയുമാണ്, എല്ലാ സജ്ജനങ്ങളുടെയുമാണ്, എല്ലാ ധാർമ്മികരുടെയുമാണ്. അപ്പം മാഘം നടക്കുന്ന സമയത്ത് ആ തീർത്ഥഘട്ടങ്ങളിൽ ഓരോ ആചാര്യന്മാർ അവരവരുടെ അല്ലെങ്കിൽ ഓരോ സാധകർ അവരവരുടെ പരമ്പരയുടെ നിയമങ്ങളനുസരിച്ച് എത്തിച്ചേരുകയും അവരവരുടേതായിട്ടുള്ള ധാർമ്മികാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ഈ ദേശത്തിനും സമാജത്തിനും വേണ്ടി അവരുടെ തപസ്സിനെ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആരും ഇതിനു വേണ്ടി ക്ഷണിക്കാനില്ല, ആരും സംഘടിപ്പിക്കാനില്ല. ഇതെല്ലാവരുടെയുമാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ എത്തിച്ചേർന്ന് മാഘം നടത്തി പോകേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ 2 ദിവസം മുന്നേ ഇവിടെ റൂം അന്വേഷിച്ചപ്പോൾ തന്നെ ഒരു റൂം പോലും ലഭിക്കാനില്ല. അത്രത്തോളം റൂമുകളെല്ലാം ബുക്കിംഗ് ആയിട്ടുണ്ട്. അത്രത്തോളം ആളുകൾ എത്തും എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘാടനം ഒക്കെ എങ്ങനെയാണ്? ഒന്ന് നമ്മളിതിന്
തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഒരു ചിട്ടപ്പെടുത്തുക എന്നുള്ള രീതിയിൽ മാത്രമാണ് കരുതിയിരുന്നത്. ഇത്ര വിപുലമായിട്ട് ഇതിനെ ജനങ്ങൾ ഈ വർഷം തന്നെ ഏറ്റെടുക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ ഏത് കാര്യവും അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്ന് അവരതിനെ മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന ഒരു കാലമുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പം ഇതിനെ എന്താണ് യഥാർത്ഥ മാഘമഹോത്സവം, അതിൻ്റെ ചിട്ടകളിലേക്കൊന്ന് കൊണ്ടുവരിക, കുറച്ച് പേര് അറിഞ്ഞ് വരാം എന്നുള്ളതേ നമ്മൾ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അവസാനമാകുന്നൊരു സമയത്താണ് ഇത് ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്ന ഒന്നായി മാറുന്നത്. പക്ഷേ ഈ ചെറിയ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ കുറച്ച് സൗകര്യങ്ങളൊക്കെ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അതിന് സർക്കാരിൻ്റെ സഹകരണമൊക്കെ നമ്മൾ തേടിയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നവംബർ ആദ്യം തന്നെ നമ്മളതിന് കളക്ടർക്കൊക്കെ കത്തൊക്കെ കൊടുത്തതാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. ആ നിസ്സഹകരണമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുന്നത് ഏറ്റവും അവസാനത്തെ സമയത്താണ്, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയാണ്. അപ്പം അതുകൊണ്ട് താരതമ്യേന സുഖകരമായിട്ട് നടത്താമായിരുന്ന ഇതിന് ഈ സർക്കാരിൻ്റെ നിസ്സഹകരണം കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അതിനുള്ള ഒരു ഇതിന് സർക്കാർ പറഞ്ഞിരുന്നത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. എന്നാൽ പക്ഷേ അവസാന സമയത്ത് നേരെ തിരിച്ച് നമ്മൾ പോലും ചെയ്യരുത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അത് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നാണ്. ജില്ലാ കളക്ടറാണ് നമ്മൾ അപേക്ഷ കൊടുത്തത്. ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടറാണ് നമ്മളോട് പോസിറ്റീവായി സംസാരിച്ചത്. അവസാന സമയത്ത് ജില്ലാ കളക്ടർ തന്നെയാണ് നിറം മാറിയത്. അത് ഞാൻ നേരത്തെ പല സമയത്തും പറഞ്ഞ പോലെ ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലെങ്ങാനും പഠിച്ച് പാസ്സായി വന്ന IAS ആണോ അദ്ദേഹത്തിൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ആൾ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ സർക്കാരിനെതിരായി പ്രവർത്തിക്കുകയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു സമീപനമാണ് ഉണ്ടായത്. അത് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏത് ബുദ്ധിമുട്ടുകളെയും ത്യാഗത്തെയും ഒക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഈ ധർമ്മം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നടന്ന ഇത്രയുമൊക്കെ സൗകര്യങ്ങളുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതിരിക്കുന്ന പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് പോലും 50, 60, 70 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ അമൃതാനന്ദ മഠത്തിലെ സ്വാമിജിമാരും മാതാജിയൊക്കെ വന്നിരുന്നു. അപ്പോൾ മഠത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പുമായി വന്ന സ്വാമിജിക്ക് 20 കിലോമീറ്ററോളം അമ്മമാരൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. ആ അമ്മമാരുടെ മുഴുവൻ ബാഗും കയ്യിലും തലയിലും തോളിലും ഒക്കെ ആയിട്ടെടുത്ത് നടക്കേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അതിജീവിച്ചിട്ടാണ് മഹാകുംഭമേള നടന്നത്. അപ്പം അതിനെ അപേക്ഷിച്ച് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടുത്തെ സാമാന്യമായിട്ടുള്ള സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്തെങ്കിലും ആളുകൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവുകയോ പരാതികൾ ഉണ്ടാവുകയോ ഒന്നും ഇല്ല എന്നല്ല, പക്ഷേ പൊതുവായി സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധിക്കും എന്ന് കരുതുന്നില്ല. കാരണം ഇതെല്ലാവരും ചേർന്ന് അവരവരെ തന്നെയാണ് അതിൻ്റെ സംഘാടകർ, എല്ലാവരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഇപ്പോൾ ഇതിനെ തടയാൻ ശ്രമിക്കുന്നവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ചിലരുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവരോട് എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? അവരോട് ഞാനൊന്നും പറയണ്ട. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സാധനയെ കൂടെ. മീഡിയം കാണുന്നതാണല്ലോ, വാക്കുകൊണ്ടല്ല, അവരവരുടെ സമർപ്പണം കൊണ്ട് അതിനുള്ള മറുപടി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സജ്ജനങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആത്മീയതയും ദേശീയതയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ദേശീയ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുംഭമേളയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നു, മഹാമാഘമേള തിരിച്ചെത്തുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഭജൻ കണക്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ സുലഭമായി നടക്കുന്നു, അതുപോലെ നാമജപത്തിനൊക്കെ വളരെ പ്രാധാന്യം ലഭിക്കുന്നു. ഇതൊരു നല്ല മാറ്റമല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ വേരുകളിലേക്ക്, നമുക്ക് ഭാരതത്തിന് ഇടക്കാലത്ത് സംഭവിച്ച ക്ഷീണം അല്ലെങ്കിൽ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മുടെ വേരുകൾ ക്ഷയിപ്പിച്ചു, വേരുകളെ മുറിച്ചു കളഞ്ഞു എന്നുള്ളതൊക്കെയാണ്. ആ വേരുകളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞുമില്ല, മുറിക്കുന്ന സമയത്തോ ക്ഷയിപ്പിക്കുന്ന സമയത്തോ. കാരണം വേരിൽ നിന്നാണ് ഈ മഹാവൃക്ഷം അതിൻ്റെ വളം. അപ്പം പുറത്തൊക്കെ നന്നായിരിക്കുന്നതുകൊണ്ട് ഈ വേരുകൾ മുറിക്കുന്നത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്നത് തിരിച്ചറിഞ്ഞ ഈ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ആ വേരുകളിലെ തിരിച്ചറിയുകയും അതിനെ ശക്തിപ്പെടുത്താനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുകയുമാണ്. അത് വലിയ ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും നമുക്ക് ഇനി വരും ദിനങ്ങളിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും.